ഗതാഗത മന്ത്രി കെ ബി ഗണേഷ് കുമാറും മുൻ മന്ത്രി ആന്റണി രാജുവും തമ്മിലുള്ള വാക്പോര് ഇടതുമുന്നണിക്ക് പുതിയ തലവേദനയാവുകയാണ്. അസ്വാരസ്യങ്ങൾ ഒന്നുമില്ലാതെ പുനഃസംഘടന പൂർത്തിയായെന്ന് പുറമെ വിലയിരുത്തിയെങ്കിലും പുതിയ സാഹചര്യത്തിൽ വിഷയത്തിൽ ഇടതുമുന്നണിക്ക് ഇടപെടേണ്ടി വരും. ന്യൂസ് 18 നൽകിയ അഭിമുഖത്തിലാണ് കെ ബി ഗണേഷ് കുമാറിനെതിരെ ആന്റണി രാജു കടുത്ത വിമർശനം ഉന്നയിച്ചത്. ഗണേഷിന്റെ പരാമർശങ്ങൾ മുന്നണി മര്യാദയുടെ ലംഘനമാണെന്നും KSRTC കുഴപ്പത്തിൽ നിന്ന് രക്ഷിക്കാനെത്തിയ ആളെന്ന ക്രെഡിറ്റ് നേടാനുള്ള അപക്വമായ സമീപനമാണ് ഗണേഷ് കുമാറിന്റേത് എന്നുമായിരുന്നു ആന്റണി രാജുവിന്റെ വിമർശനം. KSRTCയിൽ ശമ്പളം 1-ാം തീയതി നൽകാനും ആന്റണി രാജു ഗണേഷ് കുമാറിനെ വെല്ലുവിളിച്ചു. ആന്റണി രാജുവിന്റെ വിമർശനങ്ങൾക്ക് കെ ബി ഗണേഷ് കുമാറിന്റെ പ്രതികരണവും ഉണ്ടായേക്കും. ഉടമസ്ഥൻ സ്ഥലത്തില്ലാതെ ഏൽപ്പിച്ചിട്ട് പോയാൽ അവിടെ ചോർച്ച ഉണ്ടാവും. അപ്പോൾ ഇവിടെ ചോർച്ച ഉണ്ടോ എന്നുള്ള ചോദ്യത്തിന് വല്ല അർത്ഥമുണ്ടോ? ഉടമസ്ഥൻ സ്ഥലത്തില്ലെങ്കിൽ അവിടെ ചോർച്ച ഉണ്ടാവുന്നുണ്ട്, നഷ്ടത്തിൽ കലാശിച്ച് പൊളിയുന്നുണ്ട്. അത് ഉടമസ്ഥൻ ജീവിച്ചിരിക്കുമ്പം, ഉടമസ്ഥൻ വല്ലപ്പോഴും നോക്കുമ്പോൾ ഇത് ആരും നോക്കാത്തപ്പോൾ എന്തായിരിക്കും സ്ഥിതി? ഗ്യാലറിയിലിരുന്ന് കളി കാണാൻ എളുപ്പമാണ്, കളിക്കളത്തിൽ ഇറങ്ങുമ്പോഴേ ബുദ്ധിമുട്ട് മനസ്സിലാക്കുള്ളൂ. പിന്നെ കുറച്ചുകൂടി പക്വതയോടുകൂടി ഇത്തരം സ്ഥാനങ്ങളിലേക്ക് വരുമ്പോൾ കുറച്ചുകൂടി പക്വതയോടുകൂടി ഉള്ള അഭിപ്രായ പ്രകടനമാണ് എല്ലാവരും പ്രതീക്ഷിക്കുന്നത്. ഇത് ഈ മുന്നണിയിൽ നിന്നുകൊണ്ട് ഇത്തരം അഭിപ്രായ പ്രകടനം നടത്തുന്നത് ആദ്യമായിട്ടല്ല. പിന്നെ ആഭ്യന്തര വകുപ്പിനെതിരെ പരസ്യമായിട്ട് എതിരായിട്ട് അഭിപ്രായം പറഞ്ഞിട്ടുണ്ട്, ആരോഗ്യ വകുപ്പിനെതിരെ പറഞ്ഞിട്ടുണ്ട്, പൊതുമരാമത്ത് വകുപ്പിനെതിരെ പറഞ്ഞിട്ടുണ്ട്, ഇൻഡസ്ട്രീസ് വകുപ്പിനെതിരെ പറഞ്ഞിട്ടുണ്ട്, വിദ്യാഭ്യാസ വകുപ്പിനെതിരെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഏത് വകുപ്പിനെതിരെയാണ് ഇത്തരം ആരോപണങ്ങൾ ഇദ്ദേഹം ഉന്നയിക്കാതിരുന്നത്? ഡാൻ കുര്യൻ ചേരുന്ന വിവരങ്ങളുമായി. ഡാൻ, ഈ കസേരയിൽ നിന്ന് ഇറങ്ങിപ്പോയ ആളും മന്ത്രി കസേരയിൽ ഉള്ള ആളും തമ്മിൽ മുഖാമുഖം ഏറ്റുമുട്ടുകയാണ്. അതും ഇതുവരെയും മുന്നണിയുടെ ഇടപെടൽ ഉണ്ടായിട്ടില്ല. തലവേദനയാണ് എന്നുള്ള കാര്യത്തിൽ സംശയവുമില്ല. എന്തുകൊണ്ടായിരിക്കും ഇടപെടാൻ വൈകുന്നത്? എന്തോ ഇത്തരത്തിലുള്ള പരസ്യമായ വിമർശനങ്ങളും പരസ്യമായ വാക്പോരുമൊക്കെ ഇടതുമുന്നണിയിൽ നിന്നുകൊണ്ട് നടത്തുന്നത് അത് അസാധാരണമായ ഒരു കാഴ്ചയാണെന്ന് തന്നെ പറയേണ്ടി വരും. കാരണം ആ കോൺഗ്രസിനുള്ളിൽ അല്ലെങ്കിൽ UDF-നകത്താണെങ്കിൽ ഇത് സാധാരണയായി നേതാക്കൾ തമ്മിൽ പരസ്യമായി ഇത്തരം വിഴുപ്പലക്കലുകൾ നടത്താറുണ്ട്. പക്ഷേ LDF-ൽ നിന്ന് അടുത്തൊന്നും അത്തരമൊരു കാഴ്ച ഉണ്ടായിട്ടില്ല. അങ്ങനെ ഒരു സാഹചര്യമാണ് ഗണേഷ് കുമാർ ഗതാഗത മന്ത്രിയായി ചുമതലയേൽക്കുന്നതിന് തൊട്ടുമുമ്പ് അദ്ദേഹം മാധ്യമങ്ങളോട് നടത്തിയ പ്രതികരണവുമായി ബന്ധപ്പെട്ട് ആന്റണി രാജു ഇപ്പോൾ ഉന്നയിച്ചിരിക്കുന്നത്. ഇന്നലെ ആന്റണി രാജു ന്യൂസ് 18 നൽകിയ അഭിമുഖത്തിലാണ് രൂക്ഷമായ വിമർശനം ഗതാഗത മന്ത്രി ഗണേഷ് കുമാറിനെതിരെ നടത്തിയിരിക്കുന്നത്. അദ്ദേഹം പറയുന്നത് തന്നെ മോശക്കാരനാക്കി ചിത്രീകരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമമാണ് ഗണേഷ് കുമാറിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിരിക്കുന്നത്. അതായത് KSRTC കുഴപ്പത്തിലാണ്, ആ കുഴപ്പത്തിൽ നിന്ന് KSRTCയെ രക്ഷിക്കുന്നതിന് വേണ്ടി അവതരിച്ചയാളാണ് ഗണേഷ് കുമാർ എന്ന തരത്തിൽ സ്വയം അദ്ദേഹം ഒരു ഇമേജ് ക്രിയേറ്റ് ചെയ്യാൻ ശ്രമിക്കുകയാണ്. പക്ഷേ നിലവിൽ KSRTC നേരിടുന്ന പ്രതിസന്ധിക്ക് അല്ലെങ്കിൽ ഈ ശമ്പളം കൊടുക്കുന്നതിലടക്കം KSRTCയിൽ നിലനിൽക്കുന്ന പ്രതിസന്ധിക്ക് പരിഹാരം കാണാൻ ഗണേഷിനെ കൊണ്ട് കഴിയുമോ എന്ന വെല്ലുവിളിയും ആന്റണി രാജുവിന്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടുണ്ട്. എന്തായാലും മുന്നണി മര്യാദകളുടെ ലംഘനമാണ് ഗണേഷ് കുമാർ നടത്തിയിരിക്കുന്നത് എന്ന് തുറന്നടിച്ചിരിക്കുകയാണ് ആന്റണി രാജു. നിലവിൽ അദ്ദേഹം മന്ത്രിയായി സ്ഥാനമേൽക്കുന്നതിന് തൊട്ടു മുമ്പ് തന്നെ നടത്തിയ ഈ പ്രസ്താവന മുൻ മന്ത്രിയും ഇപ്പോഴത്തെ ഗതാഗത മന്ത്രിയും തമ്മിലുള്ള പരസ്പരമുള്ള വിഴുപ്പഴക്കലിലേക്ക് കടന്നിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ നേതൃത്വത്തിന് അത് തലവേദനയാകുമെന്ന കാര്യം ഉറപ്പാണ്. മാത്രവുമല്ല 1-ാം തീയതി ശമ്പളം നൽകാൻ കഴിയുമോ എന്ന് ഗണേഷിനെ താൻ വെല്ലുവിളിക്കുന്നുവെന്നാണ് പറഞ്ഞത്. അതോടൊപ്പം ഗണേഷ് കുമാർ നടത്തിയ പ്രസ്താവനകളും ഈ ഘട്ടത്തിൽ ഏറെ പ്രസക്തമാണ്. അതായത് ഇതിന്റെ മുഴുവൻ പ്രവർത്തനങ്ങളും നോക്കി നടത്താൻ ആളില്ല എങ്കിൽ പിന്നെ എന്തായിരിക്കും ഇതിന്റെ അവസ്ഥ, ചെലവ് ചുരുക്കലിനായിരിക്കും താൻ പരിഗണന നൽകുക എന്ന് പറയുമ്പോൾ പരോക്ഷമായി അത് ഉന്നം വെക്കുന്നത് ചെലവ് വളരെ കൂടുതലാണ്, വരുമാനം ഒരു വഴിക്ക് വരുന്നു, അതിനേക്കാൾ കൂടുതൽ ചെലവാകുന്ന ഒരു സാഹചര്യം നിലനിൽക്കുന്നു. അതുകൊണ്ട് KSRTC പ്രതിസന്ധിയിലേക്ക് പോകുന്നു. അതിന്റെ കാരണക്കാരൻ നേരത്തെ ഗതാഗത മന്ത്രിയാണ്. ഇത് തന്നെയാണ് ഗണേഷ് കുമാറിന്റെ വാക്കുകളുടെ പരോക്ഷമായ അർത്ഥം. അതിനെതിരെയാണ് ആന്റണി രാജു രൂക്ഷമായ വിമർശനവുമായി രംഗത്തെത്തിയിരിക്കുന്നത്. എന്തായാലും LDF-ന് ഇവർ തമ്മിൽ നടത്തുന്ന ഈ വാക്പോര് വലിയ തരത്തിലൊരു തലവേദനയായി മാറുമെന്ന കാര്യം ഉറപ്പാണ്. അതിൽ നേതൃത്വം ഏത് തരത്തിലുള്ള ഇടപെടൽ നടത്തുമെന്നതാണ് ഇനി കാത്തിരുന്ന് കാണാനുള്ളത്. അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം ഇപ്പോൾ ഡാൻ സൂചിപ്പിച്ചതുപോലെ ഇപ്പൊ UDF-ലാണെങ്കിൽ ഇത്തരത്തിലുള്ള വിഴുപ്പലക്കലൊക്കെ ഇഷ്ടംപോലെ നമ്മൾ കണ്ടിട്ടുണ്ട്, അത് കണ്ട് പരിചയമുണ്ട്. LDF-ലാവുമ്പോഴാണ് അതിന്റെ ഒരു പ്രസക്തി കൂടുന്നത്. മാത്രമല്ല ഈ ഗണേഷ് കുമാർ സത്യപ്രതിജ്ഞയ്ക്ക് തൊട്ടു മുമ്പ് അത്തരത്തിലൊരു വെട്ടിപ്പൊട്ടിക്കേണ്ട സാഹചര്യം എന്താണ്? അതായത് ഈ ഗണേഷ് കുമാറും ആന്റണി രാജുവും തമ്മിലുള്ള ഒരു അസ്വാരസ്യത്തിന്റെ തുടക്കം എന്തായിരിക്കാം?
സ്വാഭാവികമായി ആദ്യ ടേമിൽ ആ ഗതാഗത മന്ത്രിയാകാനുള്ള ശ്രമം അല്ലെങ്കിൽ മന്ത്രിയാകാനുള്ള ശ്രമം അത് ഗണേഷ് കുമാറിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിരുന്നു. അത് വലിയ തരത്തിലെന്ന് വാർത്തകളിൽ നിറഞ്ഞതുമാണ്. അദ്ദേഹത്തിന്റെ കുടുംബാംഗങ്ങളുമായി ബന്ധപ്പെട്ടൊക്കെ നിലനിന്നിരുന്ന ചില തർക്കങ്ങളുണ്ട്. അത് മുന്നണിയിലേക്ക് അടക്കം അല്ലെങ്കിൽ മുഖ്യമന്ത്രിയുടെ ശ്രദ്ധയിലേക്ക് അടക്കം വരുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. പിന്നീടാണ് ഗണേഷ് കുമാറിനെ രണ്ടാം പാതിയിൽ മന്ത്രിയായി പരിഗണിച്ചാൽ മതി എന്നൊരു തീരുമാനത്തിലേക്ക് LDF നേതൃത്വം എത്തിച്ചേരുന്നത്. പക്ഷേ ആ ഘട്ടം മുതൽ തന്നെ ആന്റണി രാജുവും ഗണേഷ് കുമാറും തമ്മിലുള്ള ഒരു അസ്വാരസ്യങ്ങൾക്ക് രഹസ്യമായെങ്കിലും തുടക്കമായിരുന്നു. അത് ഇപ്പോൾ പരസ്യമാകുന്ന ഒരു സാഹചര്യത്തിലേക്ക് മാറിയിരിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. എന്തായാലും ഈ ഒരു പരസ്യമായ വിഴുപ്പലക്കലിൽ ഈ ഗണേഷ് കുമാർ മുമ്പോട്ട് വെച്ചിരിക്കുന്ന കുറേ അധികം കാര്യങ്ങളുണ്ട്. അതായത് KSRTCയെ ഏത് തരത്തിലൊക്കെ ഇനി രക്ഷപ്പെടുത്തിയെടുക്കാം, നിലവിൽ നേരിടുന്ന വലിയ പ്രതിസന്ധികളിൽ നിന്ന് കുടിശ്ശിക അല്ലെങ്കിൽ ശമ്പളം കൊടുക്കാൻ കഴിയാതെ പ്രതിഷേധവുമായി തൊഴിലാളി സംഘടനകൾ തെരുവിലേക്ക് ഇറങ്ങുന്ന സാഹചര്യം, അത് വലിയ തരത്തിൽ വാർത്തയാകുന്ന സാഹചര്യം, പെൻഷൻ വിതരണത്തിലുണ്ടാകുന്ന കാലതാമസം, ഇതൊക്കെ വലിയ തരത്തിൽ കേരള സമൂഹം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിനിടയിലാണ് ഗണേഷ് കുമാർ ഗതാഗത മന്ത്രിയായി ചുമതലയേൽക്കുന്നത്. അപ്പോൾ നിലവിൽ നേരിടുന്ന പ്രതിസന്ധിക്ക് ദീർഘകാലാടിസ്ഥാനത്തിൽ ഒരു പരിഹാരം കാണാൻ കഴിഞ്ഞാൽ ഗണേഷ് കുമാറിനെ സംബന്ധിച്ചത് കൃത്യമായി ഒരു ക്രെഡിറ്റായി മാറുമെന്ന കാര്യത്തിൽ സംശയം വേണ്ട. പക്ഷേ അങ്ങനെ ഒന്നും ചെയ്യാൻ ഗണേഷിന് കഴിയില്ല. അത് വെല്ലുവിളിയോടെയാണ് ആന്റണി രാജു ന്യൂസ് 8 നൽകിയ അഭിമുഖത്തിൽ ഗണേഷിനോട് പ്രതികരിച്ചിരിക്കുന്നത്. അങ്ങനെ 1-ാം തീയതി ശമ്പളം കൊടുക്കാൻ കഴിയുമോ എന്ന് താൻ ഗണേഷിനെ വെല്ലുവിളിക്കുന്നുവെന്ന് തന്നെയാണ് ആന്റണി രാജു പറഞ്ഞു വെക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറഞ്ഞത്, കാത്തിരുന്ന് തന്നെ കാണേണ്ടി വരും എന്ത് തരത്തിലുള്ള മാറ്റമായിരിക്കും ഈ വാക്കുകൾക്കപ്പുറത്തേക്ക് ഗണേഷ് കുമാറിന് KSRTCയിൽ വരുത്താൻ കഴിയുക എന്നത്. ഈ ഗണേഷ് കുമാറിന്റെ ബൈറ്റ് നമ്മൾ തൊട്ടു മുമ്പ് പ്ലേ ചെയ്തപ്പോൾ അതിലൊരു കാര്യം ശ്രദ്ധേയമാണ്. കഴിഞ്ഞ ദിവസം ഗണേഷ് കുമാർ പറഞ്ഞത് ഈ ഉടമസ്ഥൻ ഇല്ലാതാവുമ്പോൾ കുത്തഴിഞ്ഞു പോകും, ആരും നോക്കാനില്ലാത്തപ്പോൾ എന്തായിരിക്കും സ്ഥിതി. വളരെ കൃത്യമാണ്. അത് ആരെയാണ് ലക്ഷ്യമിട്ടത് എന്നുള്ളത് വളരെ സ്പഷ്ടമാണ് ആ വാക്കുകളിൽ. അപ്പോൾ വളരെ പ്ലാൻഡായി ആസൂത്രിതമായി ആ സത്യപ്രതിജ്ഞയ്ക്ക് മുമ്പ് ഗണേഷ് അത്തരത്തിലൊരു നിലപാട് വ്യക്തമാക്കുക തന്നെയല്ലേ ചെയ്തത്? അല്ല, അങ്ങനെ പറയുമ്പോഴും അതിനോട് മറ്റ് മന്ത്രിമാരോ അല്ലെങ്കിൽ സർക്കാരിനെ നയിക്കുന്ന മുഖ്യമന്ത്രിയോ ഒന്നും യാതൊരു തരത്തിലുള്ള പ്രതികരണങ്ങളും നടത്തിയിട്ടില്ല. ആന്റണി രാജുവിനെതിരെ ഒരു തരത്തിലുള്ള പരസ്യ വിമർശനങ്ങളോ അല്ലെങ്കിൽ അത്തരത്തിൽ മുന്നണി യോഗത്തിലുള്ള വിമർശനങ്ങളോ അങ്ങനെ ഒന്നും വന്നതായിട്ട് നമ്മുടെ ആരുടെയും ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല. പിന്നെ ഗണേഷ് കുമാർ മാത്രം ഇത്തരത്തിൽ ഒരു വിമർശനം ഉന്നയിക്കുന്നതിൻ്റെ ലക്ഷ്യം എന്താണ്? അവിടെ പേരെടുത്ത് പറയുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ. നാഥനില്ല കളരിയായിരുന്നു KSRTC, ഇനി അങ്ങനെയാകില്ല. അത് തന്നെയാണ് ഗണേഷിന്റെ വാക്കുകളിൽ നിന്ന് സാധാരണക്കാർക്ക് വായിച്ചെടുക്കാൻ കഴിയുന്നത്. എന്തായാലും ഒരു കാര്യം ഉറപ്പാണ്, അത്തരമൊരു പ്രസ്താവന ഗണേഷ് കുമാർ നടത്തുമ്പോൾ അത് അപ്രതീക്ഷിതമായി നടത്തിയ പ്രസ്താവനയല്ല, കരുതിക്കൂട്ടി തന്നെ നടത്തിയ പ്രസ്താവനയാണ്. അതാണ് പ്രധാനം. കരുതിക്കൂട്ടി നടത്തിയ പ്രസ്താവനയെ തന്നെ അതിനെ കണക്കാക്കണം. ഡാൻ തുടരുക. BMS നേതാവ് അജയ് കുമാർ ഇപ്പോൾ ടെലിഫോൺ ലൈനിൽ ചേരുന്നുണ്ട്. ശ്രീ അജയ് കുമാർ, പുതിയ ഗതാഗത മന്ത്രി എത്തി, നിങ്ങൾക്ക് പ്രതീക്ഷയുണ്ടോ ഈ കാര്യങ്ങളൊക്കെ നാഥനുണ്ടാകും, KSRTC വീണ്ടും രക്ഷപ്പെടുമെന്നുള്ള പ്രതീക്ഷ തൊഴിലാളികൾക്കുണ്ടോ? നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് പറയേണ്ടത് രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങളുണ്ട്. ഒന്ന്, പണിയെടുത്തവന്റെ കൂലി അത് കൃത്യമായി കേരളത്തിന്റെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ കൂടി അവിടെ എടുത്ത ഒരു തീരുമാനമുണ്ട്. എല്ലാ മാസവും 5-ാം തീയതി കൃത്യമായി ശമ്പളം നൽകുമെന്നുള്ളത്. ആ ശമ്പളം നൽകുമെന്നുള്ള ആ വാദം മുഖ്യമന്ത്രിയുടെ വാക്ക് പാലിക്കണമെന്നുള്ളത് ഒന്ന്. രണ്ട്, ഇടതുപക്ഷ സർക്കാർ അവരുടെ പ്രകടന പത്രികയിൽ പറഞ്ഞൊരു പ്രധാനപ്പെട്ട കാര്യം KSRTCയുടെ കടജട ഭാരം ഏറ്റെടുക്കുമെന്നാണ്. അങ്ങനെ KSRTCയുടെ കടജട ഭാരം ഏറ്റെടുക്കും എന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. അതാണ് ഈ പുതിയ മന്ത്രിയിൽ ഞങ്ങൾ ബഹുമാനപ്പെട്ട മന്ത്രിയിൽ ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. അല്ല, ഈ ഇറങ്ങിപ്പോയ മന്ത്രിയും ഇപ്പോൾ അധികാരത്തിലെത്തിയ മന്ത്രിയും ഇങ്ങനെ പരസ്പരം വാക്പോര് നടത്തുന്നതിൽ തൊഴിലാളികൾക്ക് എന്താണ് പറയാനുള്ളത്? അല്ല, ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇവിടെ ഈ പുതുതായി വന്ന മന്ത്രി അദ്ദേഹം ഒരു കണക്ക് കണക്കിന്റെ കാര്യം പറഞ്ഞ് ഞങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. ഒരു കാര്യം വ്യക്തമാക്കാനുള്ളത്, KSRTCയുടെ വരവ് ചെലവ് കണക്കുകൾ അത് തൊഴിലാളികളുടെ മുന്നിലും പൊതുസമൂഹത്തിന്റെ മുന്നിലും ഒരു ഓപ്പൺ ബുക്കായി വയ്ക്കണമെന്ന് KSRTCയുടെ ട്രേഡ് യൂണിയനുകൾ ഒരു 2 മാസത്തിന് മുമ്പുള്ള മീറ്റിംഗിൽ ആവശ്യപ്പെട്ടതാണ്. ആയതിന്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾ രേഖാമൂലം കത്ത് വരെ കൊടുത്തതാണ്. കഴിഞ്ഞ ദിവസം KSRTC അങ്ങനെ ഒരു കണക്ക് തന്നു. പക്ഷെ ആ കണക്കില് വ്യക്തതയില്ല എന്നുള്ളൊരു വസ്തുതയാണ്. കാരണം അതിൽ ഒരു ഉദാഹരണം പറഞ്ഞാൽ 2.26 കോടി രൂപയ്ക്ക് ഡീസൽ ഇനത്തിൽ നവംബർ മാസത്തിൽ ലാഭമുണ്ട് എന്ന് KSRTCയുടെ മാനേജ്മെന്റ് പറയുമ്പോൾ എത്ര ലിറ്റർ ഡീസൽ KSRTC വാങ്ങി, അതിൽ എത്ര ലിറ്റർ യാത്രാ ഫ്യൂൽ വഴി വിതരണം ചെയ്തിട്ടുണ്ട്, KSRTC ബസ്സിന് എത്ര വിതരണം ചെയ്തു എന്നുള്ളൊരു വ്യക്തമായ കണക്ക് ഉദാഹരണം ഞാൻ പറയുന്നത്. അപ്പൊ അത്തരത്തിലുള്ള വ്യക്തത ഇല്ലാത്തത് കൊണ്ട് വ്യക്തമായൊരു കണക്ക് അടുത്ത മാസം ഈ ജനുവരി മാസം 15-ാം തീയതി
വിശദമായ കണക്ക് തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ കണക്കില്ല എന്ന് ഇപ്പൊ നീറ്റ മന്ത്രി അദ്ദേഹം പറഞ്ഞത് വസ്തുതയാണ്. അപ്പൊ വസ്തുതകൾ നമുക്ക് ഒളിച്ചോടാൻ കഴിയില്ലല്ലോ. ഇവിടെ ഒരു വലിയ ഒരു പൊളിച്ചെഴുത്തിന്റെ ആവശ്യമുണ്ട് എന്നുള്ളത് ശരിയാണ്. പക്ഷേ ഗവൺമെന്റും അതുപോലെ തന്നെ മാനേജ്മെന്റും തൊഴിലാളികളുടെ വിഷയങ്ങളിൽ, അതായത് ഇവിടുത്തെ ഡ്യൂട്ടി പാറ്റേൺ നടക്കുക. ഇപ്പൊ 9.5 കോടി രൂപ വരുമാനം KSRTCയിൽ കഴിഞ്ഞ ദിവസം ഉണ്ടായി. പക്ഷേ നിലവിൽ ഉള്ള ഡ്യൂട്ടി പാറ്റേണും മറ്റ് സൗകര്യങ്ങളും വെച്ചാണ് അത് ഉണ്ടായത്. പക്ഷെ ഇപ്പോഴും പറയുന്നു സുശീൽ ഖന്ന റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ഇനിയും മാറ്റങ്ങൾ വരുത്താനുണ്ടെന്ന്. അപ്പോ നമുക്ക് മനസ്സിലാവാത്ത കാര്യം, KSRTCയുടെ പ്രവർത്തനത്തിൽ വരുമാനത്തിൽ 7 കോടി വന്നാൽ അത് ബ്രേക്ക് ഈവൻ ആവുമെന്ന് ഒരു സമയത്ത് പറഞ്ഞു. ഇപ്പൊ അത് 9.5 കോടി ആയിട്ടും ഇനിയും ഖന്ന റിപ്പോർട്ടിനെ ചുവട് പിടിച്ചുള്ള പ്രവർത്തനങ്ങളാണ് KSRTC നടക്കുന്നത്. ശരി, സുശീൽ ഖന്ന റിപ്പോർട്ട് അവസ്ഥ പഞ്ചാംഗമാണെന്ന് തന്നെയാണ് BMSന്റെ നിലപാട്. ശരി. BMS നേതാവ് അജയ് കുമാറാണ് ടെലിഫോണിൽ ചേർന്നത്. M.